നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 4/12/2024 ബുധനാഴ്ചത്തെ റബ്ബർ വില. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 11 മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ല് കാണാം. ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 4 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും. എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കേരളത്തിൽ വീണ്ടും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ റബ്ബർ വില 200 രൂപയിൽ എത്തിയെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം. ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 199 രൂപ, 1 കിൻഡലിന് 19,900 രൂപ. RSS-5 1 കിലോയ്ക്ക് 195 രൂപ, 1 കിൻഡലിന് 19,500 രൂപ. ISNA-20 1 കിലോയ്ക്ക് 191 രൂപ, 1 കിൻഡലിന് 19,100 രൂപ. ലാക്ടസ് 60% 12,890 രൂപ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS-4 1 കിലോയ്ക്ക് 199 രൂപ, 1 കിൻഡലിന് 19,900 രൂപ. RSS-5 1 കിലോയ്ക്ക് 195 രൂപ, 1 കിൻഡലിന് 19,500 രൂപ. ISNA-20 1 കിലോയ്ക്ക് 191 രൂപ, 1 കിൻഡലിന് 19,100 രൂപ. ലാക്ടസ് 60% 12,890 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RSS-4 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്, 1 കിൻഡലിന് 200 രൂപയും. RSS-5 വിലയിലും ഇന്ന് 2 രൂപയുടെ വർധനവുണ്ട്. ISNA-20 3 രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ലാറ്റക്സിൻ്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇനി നമുക്ക് വിദേശ വില നോക്കാം. വിദേശ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ വില കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് 1 കിൻഡലിന് RSS-4 5 132 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. നമുക്കെന്നാൽ വിശദമായി തന്നെ നോക്കാം. ബാങ്കോക്ക് RSS-1 1 കിലോയ്ക്ക് 208 രൂപ 75 പൈസ, 1 കിൻഡലിന് 20,875 രൂപ. RSS-2 1 കിലോയ്ക്ക് 207 രൂപ 28 പൈസ, 1 കിൻഡലിന് 20,728 രൂപ. RSS-3 1 കിലോയ്ക്ക് 205 രൂപ 93 പൈസ, 1 കിൻഡലിന് 20,593 രൂപ. RSS-4 1 കിലോയ്ക്ക് 205 രൂപ 19 പൈസ, 1 കിൻഡലിന് 20,519 രൂപ. RSS-5 1 കിലോയ്ക്ക് 204 രൂപ 8 പൈസ, 1 കിൻഡലിന് 20,408 രൂപ. ഇതാണ് വിദേശ വില. ഇനി കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം. 1 കിലോയ്ക്ക് 169 രൂപ, 1 ബാരലിന് 16,900 രൂപ, 1 ലിറ്റർ പാലിന് 51 രൂപ. ഇന്ന് ലാറ്റക്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിന്ന് വില തന്നിരിക്കുന്നത് PTP റബേഴ്സ് മലപ്പുറമാണ്. വീഡിയോയുടെ ഇടത് സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ സാധനം നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ്. ഇനി ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 191 രൂപ, 1 കിൻഡലിന് 19,100 രൂപ. RSS-5 1 കിലോയ്ക്ക് 187 രൂപ, 1 കിൻഡലിന് 18,700 രൂപ. ISS 1 കിലോയ്ക്ക് 175 രൂപ മുതൽ 176 രൂപ വരെയും, 1 കിൻഡലിന് 17,500 രൂപ മുതൽ 17,600 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 125 രൂപ, 1 കിൻഡലിന് 12,500 രൂപ. ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RSS-4 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. RSS-5 2 രൂപയുടെ വർധനവുണ്ട്. ISSൻ്റെ വിലയിൽ 1 രൂപയുടെ വർധനവേ ഉള്ളൂ. ഒട്ടുപാലിൻ്റെ വിലയിലും 1 രൂപയുടെ വർധനമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. ഇനി നമുക്ക് മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 635 രൂപ, 1 കിൻഡലിന് 63,500 രൂപ. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 655 രൂപ, 1 കിൻഡലിന് 65,500 രൂപ. ചുക്ക് ബെസ്റ്റ് 1 കിലോയ്ക്ക് 350 രൂപ, 1 കിൻഡലിന് 35,000 രൂപ. മഞ്ഞൾ സേലം 1 കിലോയ്ക്ക് 155 രൂപ, 1 കിൻഡലിന് 15,500 രൂപ. അടയ്ക്ക പുതിയത് 1 കിലോയ്ക്ക് 220 രൂപ, 1 കിൻഡലിന് 22,000 രൂപ. അടയ്ക്ക പഴയത് 1 കിലോയ്ക്ക് 300 രൂപ, 1 കിൻഡലിന് 30,000 രൂപ. ഇതാണ് ഇന്നത്തെ വില. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.